ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഫെറോമാഗ്നറ്റിസത്തിനെ കുറിച്ചാണ് ഫസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ കണ്ടിന്യൂഷനാണ്. ഫെറോമാഗ്നറ്റിസത്തിലെ ഇമ്പോർട്ടൻറ്റ് ക്യൂരീസ് ലോ നമ്മൾ പഠിച്ചു. ഇനി നെക്സ്റ്റ് ഡൊമൈൻ തിയറി ഓഫ് ഫെറോമാഗ്നറ്റിസം. അപ്പോൾ ആസ് വി സെഡ് earlier, ferromagnetic material are strongly affected by magnetic field and their susceptibility will be very large and positive. അപ്പോൾ നെക്സ്റ്റ് ഡൊമൈൻ തിയറി ഓഫ് ഫെറോമാഗ്നറ്റിസം ആണ് എടുക്കുന്നത്. അപ്പോൾ ഡൊമൈൻ തിയറി ഓഫ് ഫെറോമാഗ്നറ്റിസത്തിലേക്ക് പോകും മുന്നേ നമുക്ക് കൺസെപ്റ്റ് ഓഫ് ഡൊമൈൻസ് എന്താണെന്ന് നോക്കാം. അപ്പം ഡൊമൈൻസ് നേരത്തെ പറഞ്ഞു, അത് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസിലെ സ്മോൾ റീജിയൻസിനെയാണ് ഡൊമൈൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഡൊമൈൻസ് വിൽ ബി എ സ്മോൾ റീജിയൻ ഓഫ് ഡയമെൻഷൻ 1 millimeter containing 10⁹ to 10⁻15 atoms. അപ്പോൾ these domains will be separated by domain walls. ഡൊമൈൻ വാൾസിനെ ബ്ലോക്ക് വാൾസ് എന്നും കൂടി വിളിക്കാറുണ്ട്. അപ്പോൾ ഓരോ ഡൊമൈനിലും ഓൾ മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ആർ അലൈൻഡ് ഇൻ ദി സെയിം ഡയറക്ഷൻ. ബട്ട് ഡിഫറെൻറ്റ് ഡൊമൈൻസിൽ ഡിഫറെൻറ്റ് ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് മൊമെൻറ്റ്. പക്ഷേ സെയിം ഡൊമൈനിലാണെങ്കിൽ സെയിം ഡയറക്ഷനിൽ മാഗ്നറ്റിക് മൊമെൻറ്റ് അലൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഡൊമൈനിൽ ഓരോ ഡൊമൈൻസിലും സ്പോണ്ടേനിയസ് മാഗ്നറ്റൈസേഷൻ ഉണ്ട്. സ്പോണ്ടേനിയസ് മാഗ്നറ്റൈസേഷൻ കാരണം എക്സ്ചേഞ്ച് ഫീൽഡാണ്. അപ്പോൾ താഴെ ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് വിത്ത് എ ലാർജ് നമ്പർ ഓഫ് ഡൊമൈൻസിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ ഇൻ ദി ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഫീൽഡാണ്. അപ്പോൾ ഇൻ ദി ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഫീൽഡിൽ കുറച്ച് ഡൊമൈൻസ് ഉണ്ട്. അതിൽ ഓരോ ഡൊമൈൻസിലും മാഗ്നറ്റിക് മൊമെൻറ്റ് സെയിം ഡയറക്ഷനിലാണ്. ബട്ട് ഡിഫറെൻറ്റ് ഡയറക്ഷനിലെ മാഗ്നറ്റിക് മൊമെൻറ്റ് ഡിഫറെൻറ്റ് ഡയറക്ഷനിലാണ്. ഇതിൽ അപ്പോൾ ഈ ഡൊമൈൻസിൻ്റെ എല്ലാം കൂടി മാഗ്നറ്റിക് മൊമെൻറ്റ് നെറ്റ് ക്യാൻസൽ ചെയ്തു നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് വിൽ ബി 0 ആയിരിക്കും ഇൻ ദി ആബ്സെൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഇനി നമ്മൾ ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പം ഈ മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ഒക്കെ എല്ലാ ഡൊമൈൻസിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ഒക്കെ ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ ചെയ്യും, ഒരു സെയിം ഡയറക്ഷനിൽ. അതാണ് ഫിഗർ 2 കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം. ഇൻ ദ പ്രസൻസ് ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ദ ഡൊമൈൻ പോയിൻറ്റിംഗ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫീൽഡ് വിൽ ഗ്രോ അറ്റ് ദ എക്സ്പെൻസ് ഓഫ് ദോസ് പോയിൻറ്റിംഗ് ഇൻ അതർ ഡയറക്ഷൻ, ദർബൈ റിസൾട്ടിങ് ഇൻ സം നോൺ സീറോ മാഗ്നറ്റൈസേഷൻ എം ഇൻ ദ മെറ്റീരിയൽ. നമുക്ക് മെറ്റീരിയലിൽ ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിലേക്ക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു നോൺ സീറോ മാഗ്നറ്റൈസേഷൻ കിട്ടും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫീൽഡിൻ്റെ ഡയറക്ഷനിലുള്ള ഡൊമൈൻസ് വിൽ ഗ്രോ ഡ്യൂ ടു ദ എക്സ്പെൻസ് ഓഫ് ദി അതേഴ്സ്. ഓപ്പോസിറ്റ് ഫീൽഡിൻ്റെ ഡയറക്ഷനിലല്ലാത്ത ഡൊമൈൻസിൻ്റെ എക്സ്പെൻസിൽ ഗ്രോ ചെയ്ത് ഒരു നെറ്റ് മാഗ്നറ്റൈസേഷൻ കിട്ടും. ഇനി ഈ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസിൽ എങ്ങനെയാണ് ഫീൽഡ് എഫക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഈ താഴെ കൊടുത്തിരിക്കുന്ന 3 ഫിഗേഴ്സ് നോക്കുക. ഫസ്റ്റ് ഫിഗറിൽ എന്ന് വെച്ചാൽ ഇൻ ദി ആബ്സെൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡാണ്. ഇൻ ദി ആബ്സെൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലാണ് ഫസ്റ്റ് ഫിഗർ. ഇതിൽ 4 ഈക്വൽ ഡൊമൈൻസ് ഉണ്ട്. 4 ഈക്വൽ ഡൊമൈൻസിലും ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പം ഈ 4 ഡൊമൈൻസും കൂടി ക്യാൻസൽ ചെയ്തു ടോട്ടൽ മാഗ്നറ്റിക് മൊമെൻറ്റ് വിൽ ബി 0 ആയിരിക്കും. അപ്പോൾ ഇറ്റ് വിൽ ബി എ കംപ്ലീറ്റ്ലി ഡീമാഗ്നറ്റൈസ്ഡ് മെറ്റീരിയൽ. ഇനി നമ്മൾ ഈ മെറ്റീരിയലിലേക്ക് കുറച്ച് മാഗ്നറ്റിക് ഫീൽഡ്, ഒരു ഗ്രാജുവലി ഇൻക്രീസിങ് മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നു. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പം the magnetic field is applied in some arbitrary direction. അപ്പോൾ those domains which have magnetic moment along the direction of applied field, അപ്പോൾ അതിന് വിളിക്കുന്ന പേരാണ് unfavorably oriented domains. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സെയിം ഡയറക്ഷനിൽ മാഗ്നറ്റിക് മൊമെൻറ്റുള്ള ഡൊമൈൻസിനെ വിളിക്കുന്ന പേരാണ് ഫേവറബിളി ഓറിയൻറ്റഡ് ഡൊമൈൻസ്. അപ്പോൾ ഈ ഡൊമൈൻസ് വിൽ ഗ്രോ അറ്റ് ദി എക്സ്പെൻസ് ഓഫ് അതേഴ്സ് എന്ന് വെച്ചാൽ മാഗ്നറ്റിക് മൊമെൻറ്റ് ഫീൽഡ് ഡയറക്ഷനിൽ അല്ലാണ്ടുള്ളത്. അപ്പോൾ അതിന് വിളിക്കുന്ന പേരാണ് അൺഫേവറബിളി ഓറിയൻറ്റഡ് ഡൊമൈൻസ്. അപ്പോൾ ദീസ് ഫേവറബിളി ഓറിയൻറ്റഡ് ഡൊമൈൻസ് വിൽ ഗ്രോ ഡ്യൂ ടു ദി എക്സ്പെൻസ് ഓഫ് അൺഫേവറബിളി ഓറിയൻറ്റഡ് ഡൊമൈൻസ് ബിക്കോസ് ഓഫ് ദി മോഷൻ ഓഫ് ബൗണ്ടറി വാൾസ്. നമ്മൾ ഫീൽഡ് കുറച്ച് കൊടുത്തു. ഇനി നമ്മൾ ഫീൽഡ് വീണ്ടും ഇൻക്രീസ് ചെയ്യുമ്പോൾ മാഗ്നറ്റൈസേഷൻ ഇൻക്രീസസ് ടു സാച്ചുറേഷൻ ഡ്യൂ ടു ദി സഡൻ റൊട്ടേഷൻ ഓഫ് അൺഫേവറബിളി ഓറിയൻറ്റഡ് ഡൊമൈൻസ്. അപ്പോൾ സോ ദാറ്റ് ഹോൾ സ്പെസിമെൻ ഹാവ് ബിക്കം വൺ സിംഗിൾ ഡൊമൈൻ. എല്ലാ ഡൊമൈനും കൂടി ഒരു ഡയറക്ഷനിൽ ഓറിയൻറ്റ് ചെയ്ത് ഒരു സിംഗിൾ ഡൊമൈനായിട്ട് മാറും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, this domain direction will be directed parallel to the field. At this state the specimen is said to be saturated ആയി maximum achievable magnetization അത് അച്ചീവ് ചെയ്തു. അപ്പോൾ ഫർദർ ഇൻക്രീസ് ഓഫ് ഫീൽഡ് ഡസ് നോട്ട് ചേഞ്ച് ദ മാഗ്നറ്റൈസേഷൻ, അത് സാച്ചുറേറ്റഡ് ആയി.
ഇനി നെക്സ്റ്റ് എന്താണ് ടോപ്പിക് എന്ന് വെച്ചാൽ ഈ ഡൊമൈൻ സ്ട്രക്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന എനർജീസ്. ഡൊമൈൻ സ്ട്രക്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന എനർജീസ് പറയുന്നത് ഈ ലണ്ടൻ ആൻഡ് ലിറ്റിസ് എന്ന് പറഞ്ഞ 2 സയൻറ്റിസ്റ്റ് ഷോസ് ദാറ്റ് ഡൊമൈൻ സ്ട്രക്ചർ ഈസ് എ നാച്ചുറൽ കോൺസിക്വൻസ് ഓഫ് വേരിയസ് എനർജീസ് കോൺട്രിബ്യൂട്ടിംഗ് ടുവേർഡ്സ് ദ ടോട്ടൽ എനർജി ഫെറോമാഗ്നറ്റ്. അപ്പം ഡൊമൈൻ സ്ട്രക്ചർ നിർണ്ണയിക്കുന്ന ആ ഫെറോമാഗ്നറ്റിൻ്റെ ടോട്ടൽ എനർജി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന 3 എനർജീസാണ്. അതാണ് എക്സ്ചേഞ്ച് എനർജി, മാഗ്നറ്റിക് ഫീൽഡ് എനർജി ആൻഡ് അനൈസോട്രോപിക് എനർജി. അപ്പോൾ അതിൽ ഓരോ എനർജിയും നോക്കാം. ഫസ്റ്റ് വൺ എക്സ്ചേഞ്ച് എനർജി. നമ്മൾ പറഞ്ഞു എക്സ്ചേഞ്ച് എനർജി എന്ന് വെച്ചാൽ സ്പോണ്ടേനിയസ് മാഗ്നറ്റൈസേഷന് കാരണമായിട്ടുള്ള എനർജിയാണ് എക്സ്ചേഞ്ച് എനർജി. ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസിൽ സ്പോണ്ടേനിയസ് മാഗ്നറ്റൈസേഷൻ ഉണ്ടാവാൻ കാരണം എക്സ്ചേഞ്ച് എനർജിയാണ്. ആൻഡ് ദിസ് എക്സ്ചേഞ്ച് എനർജി വിൽ ബി മിനിമം വെൻ ഓൾ സ്പിൻസ് ആർ പാരലൽ. അപ്പോൾ ദിസ് എക്സ്ചേഞ്ച് എനർജി ഈസ് ദ exchange energy established the existence of a single domain in a ferromagnetic material. അപ്പോൾ സിംഗിൾ ഡൊമൈൻ ആകുമ്പം എക്സ്ചേഞ്ച് എനർജി എക്സിസ്റ്റൻസിനെ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ ദിസ് എക്സ്ചേഞ്ച് എനർജി ഫേവേഴ്സ് an indefinitely large domain since it is minimum when all spins are parallel. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ എനർജി which is determine the structure of domain is magnetic field energy. നമുക്കറിയാം ഒരു മെറ്റീരിയലിൽ, ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിൽ ഒരു നോർത്ത് പോളും ഒരു സൗത്ത് പോളും ഉണ്ടാകും. എക്സിസ്റ്റൻസ് ഓഫ് മാഗ്നറ്റിക് പോൾസ് കാരണമാണ്. ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് പോൾസ് ഓഫ് എൻഡ്സ് ഓഫ് മാഗ്നറ്റൈസ്ഡ് സ്പെസിമെൻ ദിസ് ജനറേറ്റ് ആൻ എക്സ്റ്റേണൽ ഫീൽഡ് B which gives rise to magnetic field energy and this value is equal to 1/8 pi integral B square dV. അപ്പോൾ these magnetic field energy can be lowered by reducing the volume of domains. വോളിയം ഓഫ് ഡൊമൈൻസ് നമ്മൾ ഒരു ഡൊമൈൻ എടുത്ത് അതിനെ സബ് ഡിവൈഡ് ചെയ്ത് നെയ്ബറിങ് ഡൊമൈൻസായി സബ് ഡിവൈഡ് ചെയ്താൽ നമ്മൾ ഫീൽഡ് ദിസ് വിൽ റെഡ്യൂസ് ദ ഫീൽഡ് ആൻഡ് ഹെൻസ് ദ മാഗ്നറ്റിക് ഫീൽഡ് എനർജി ഓൾസോ. അപ്പോൾ ഡൊമൈൻ സബ് ഡിവൈഡ് ചെയ്താൽ ഫീൽഡ് റെഡ്യൂസ് ചെയ്യും ആൻഡ് ഡ്യൂ ടു ഫീൽഡ് റിഡക്ഷൻ മാഗ്നറ്റിക് ഫീൽഡ് എനർജി ഓൾസോ റെഡ്യൂസ് ചെയ്യും. So this subdivision process can be continued until the energy required to create an additional interface is greater than the reduction in magnetic energy. നമ്മൾ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽസിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന് പുതിയ ഇൻ്റർഫേസ് ഉണ്ടാകും. പുതിയൊരു നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടാകും. അപ്പോൾ ഈ പുതിയൊരു ഇൻ്റർഫേസ് ഉണ്ടാക്കാനുള്ള എനർജി വിൽ ബി ഗ്രേറ്റർ ദാൻ ദ റിഡക്ഷൻ ഇൻ മാഗ്നറ്റിക് എനർജി ആവുന്നത് വരെ നമുക്ക് സബ് ഡിവിഷൻ നടത്താം. Now, since the presence of the large domain is energetically unfavorable, a ferromagnetic material must possess a domain structure consisting of a number of small domains which corresponds to a state of minimum energy. അപ്പോൾ സ്റ്റേറ്റ് ഓഫ് മിനിമം എനർജിയിലാണ് നമുക്ക് ഇതുണ്ടാവുക. അപ്പോൾ ആ സ്റ്റേറ്റ് ഓഫ് മിനിമം എനർജി എത്താൻ വേണ്ടിയിട്ടാണ് ഡൊമൈൻസ് ഇങ്ങനെ സബ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫിഗറിലാണ് ആ ഡിവിഷൻ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഫിഗർ നോക്കുക, ഒറ്റൊരു ഡൊമൈൻ മാത്രമേ ഉള്ളൂ. അതിനൊരു നോർത്ത് പോൾ ഉണ്ട്, സൗത്ത് പോൾ ഉണ്ട്, നോർത്ത് ടു സൗത്ത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഡൊമൈൻ നമ്മൾ രണ്ടായി ഡിവൈഡ് ചെയ്യുന്നു. ഇപ്പോൾ രണ്ടായി ഡിവൈഡ് ചെയ്യുമ്പോൾ 2 നോർത്ത് പോളും സൗത്ത് പോളും കിട്ടും. നോർത്ത് പോളിൻ്റെ അടുത്ത് നെക്സ്റ്റിൻ്റെ സൗത്ത് പോൾ കിട്ടും, അതുപോലെ തിരിച്ചും. അപ്പോൾ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നോക്കുക, മുകളിലാണ് ഇങ്ങനെ താഴെയും കൊടുത്തിട്ടുണ്ട്. രണ്ടിൻ്റെയും മാഗ്നറ്റിക് മൊമെൻറ്റ് വിൽ ബി ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ഇനി നെക്സ്റ്റ് അത് 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4ൻ്റെയും മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് വിൽ ബി ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആർ ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ അവിടെ 4 സൗത്ത് പോളും 4 നോർത്ത് പോളും കിട്ടും, മുകളിലും താഴെ. അടുത്തടുത്ത് സൗത്തും നോർത്തും വരും. ഇനി നെക്സ്റ്റ് ഈ ഫിഗർ D and E which represents the domain arrangement will have zero magnetic field energy. The domain arrangement figure D and E will have zero magnetic energy. ഈ സീറോ മാഗ്നറ്റിക് എനർജി അച്ചീവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബൈ ഇൻട്രൊഡ്യൂസിങ് ട്രയാങ്കുലർ പീസൺ ഡൊമൈൻസ് നിയർ ദ എൻഡ് ഫേസസ് ഓഫ് ദ ക്രിസ്റ്റൽ. ഫിഗറിൽ കാണുന്നില്ലേ, മുകളിലും താഴെയും 2 എൻഡിലും ഒരു ട്രയാങ്കുലർ പ്രിസം ഷേപ്പിലുള്ള ഡൊമൈൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ട്രയാങ്കുലർ ഡൊമൈൻസിനെ വിളിക്കുന്ന പേരാണ് ക്ലോഷ്ഡ് ഡൊമൈൻസ്. So these closed domains in the boundary walls make an equal angle, that is 45 degree with the direction of magnetization, each due to closed domain themselves and vertical domains.
and this means that normal component of magnetization across the boundary wall is continuous. Normal component of magnetization across the boundary wall is continuous ആണ്. As there are no free poles near the end face of the crystal, there is no magnetic energy. നമുക്ക് end faces ഫ്രീ പോൾസ് ഇല്ലല്ലോ, കണ്ടിന്യൂസ് അല്ലേ, അപ്പം there will be no magnetic field energy. ഇനി ലാസ്റ്റ് തേർഡ് എനർജിയാണ് അനൈസോട്രോപ്പി എനർജി. അനൈസോട്രോപ്പി എനർജി എന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്സ്പെരിമെൻ്റൽ സ്റ്റഡി ഷോ ചെയ്യുന്ന ഒരു ഫെറോമാഗ്നറ്റിക് സിംഗിൾ ക്രിസ്റ്റലിലെ എക്സ്പെരിമെൻ്റൽ സ്റ്റഡി ഷോ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ് റിക്വയർ ടു മാഗ്നറ്റൈസ് ദം ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ക്രിസ്റ്റലോഗ്രാഫിക് ഡയറക്ഷൻ. ഒരു ക്രിസ്റ്റലിൽ ഡിഫറെൻറ്റ് ക്രിസ്റ്റൽസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ആ ക്രിസ്റ്റലിനെ മാഗ്നറ്റൈസ് ചെയ്യാനുള്ള മാഗ്നറ്റിക് ഫീൽഡ് എനർജി വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദാറ്റ് ക്രിസ്റ്റലോഗ്രാഫിക് ഡയറക്ഷൻ. ഫിഗർ ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, അതെന്ന് വെച്ചാൽ എം വേഴ്സസ് എച്ച് ഗ്രാഫാണ് ഓഫ് എ സിംഗിൾ ക്രിസ്റ്റൽ അയൺ അറ്റ് 18 ഡിഗ്രി സെൽഷ്യസ് ഇസ് ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ ഈ അയണിൻ്റെ 3 ക്രിസ്റ്റലോഗ്രാഫിക് ഡയറക്ഷനാണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ 100, നെക്സ്റ്റ് വൺ 110 ആൻഡ് തേർഡ് വൺ ഈസ് 111. ഈ 3 ക്രിസ്റ്റലോഗ്രാഫിക് ഡയറക്ഷനിൽ അപ്ലൈഡ് ഫീൽഡ് ഈസ് ഡയറക്റ്റഡ് എലോങ് ഡിഫറെൻറ്റ് ക്രിസ്റ്റലോഗ്രാഫിക് ഡയറക്ഷൻ. അതിൽ ഫസ്റ്റ് വൺ നോക്കുക, 100 ഡയറക്ഷൻ എടുത്താൽ ദ മാഗ്നറ്റിക് ഫീൽഡ് എലോങ് 100 ഡയറക്ഷൻ ഈസ് sufficient to produce a very small magnetic field along 100 direction is sufficient to produce a very large magnetization. അതായത് 100 ഡയറക്ഷനിൽ നമുക്ക് ലാർജ് മാഗ്നറ്റൈസേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു സ്മോൾ മാഗ്നറ്റിക് ഫീൽഡ് മതി. എന്നാൽ ദ സെയിം സാച്ചുറേഷൻ, ദ സെയിം മാഗ്നറ്റൈസേഷൻ 111 എന്നുള്ള ഡയറക്ഷനിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അതിനേക്കാളും ലാർജ് മാഗ്നറ്റിക് ഫീൽഡ് ആവശ്യമുണ്ട്. That is, it is easy to magnetize a single crystal of iron along 100 direction. 100 direction magnetize ചെയ്യാൻ ഈസിയാണ്, ബട്ട് ഇറ്റ് ഈസ് ഹാർഡ് ടു മാഗ്നറ്റൈസ് ദം എലോങ് 11 ഡയറക്ഷൻ. അപ്പോൾ ഈ ഈസി ടു മാഗ്നറ്റൈസും ഹാർഡ് ടു മാഗ്നറ്റൈസും തമ്മിലുള്ള ഡിഫറൻസ്, അതായത് ദ ഡിഫറൻസ് ഇൻ മാഗ്നറ്റിക് എനർജി ടു പ്രൊഡ്യൂസ് സാച്ചുറേഷൻ ഇൻ മാഗ്നറ്റൈസേഷൻ ഇൻ ആൻ ഈസി ആൻഡ് ഹാർഡ് ഡയറക്ഷൻ ഈസ് കോൾഡ് അനൈസോട്രോപ്പി എനർജി. അതായത് ആ ഈസി ഡയറക്ഷനും ഡിഫറെൻറ്റ് ഡയറക്ഷനിലും മാഗ്നറ്റൈസ് ചെയ്യാൻ വേണ്ട മാഗ്നറ്റിക് എനർജീസിൻ്റെ ഡിഫറൻസിനെയാണ് അനൈസോട്രോപ്പിക് എനർജി എന്ന് പറയുന്നത്. For a cubic crystal, anisotropic energy is given by E anisotropy is equal to K1 into alpha square beta square plus beta square gamma square plus gamma square alpha square plus K2 alpha square beta square gamma square. K1 K2 എന്ന് പറയുന്നത് അനൈസോട്രോപ്പിക് കോൺസ്റ്റൻറ്റ് ആൻഡ് ആൽഫ ബീറ്റ ആർ എന്ന് പറയുന്നത് ഡയറക്ഷൻ കോസൈൻസ് ഓഫ് മാഗ്നറ്റൈസേഷൻ വെക്റ്റർ വിത്ത് റെസ്പെക്ട് ടു ദി ക്യൂബിക് ആക്സിസ്. അപ്പോൾ ദീസ് ത്രീ എനർജീസ് ഡിറ്റർമിൻ ദ ഡൊമൈൻ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി ഈ ഡൊമൈൻ സൈസ് ഓഫ് ദ ഡൊമൈൻ ഇസ് ഡിറ്റർമിൻഡ് ബൈ എന്താണ്, ബാലൻസ് ബിറ്റ്വീൻ എക്സ്ചേഞ്ച് എനർജി ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് എനർജി ആയിരിക്കും. ആൻഡ് തിക്നെസ് ഓഫ് ഡൊമൈൻ ഇസ് ഡിറ്റർമിൻഡ് ബൈ ബാലൻസ് ബിറ്റ്വീൻ എക്സ്ചേഞ്ച് എനർജി ആൻഡ് അനൈസോട്രോപ്പിക് എനർജി. ഇനി നെക്സ്റ്റ് ഹിസ്റ്ററിസിസ് കർവ്. ഹിസ്റ്ററിസിസ് കർവ് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഒരു ഫെറോമാഗ്നറ്റിൻ്റെ കേസിൽ എം വേഴ്സസ് എച്ച് ഗ്രാഫ് വിൽ ഗീവ് എ ഹിസ്റ്ററിസിസ് കർവ്. എന്താ ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്, ആ ലൂപ്പിനെ പറയുന്ന പേരാണ് ഹിസ്റ്ററിസിസ് കർവ്. അപ്പോൾ ഇത് ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിൽ ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ, അതിനെ മാഗ്നറ്റൈസ് ചെയ്യുമ്പോൾ മാഗ്നറ്റൈസേഷന് വരുന്ന മാറ്റമാണ്, ചേഞ്ചാണ് കാണിക്കുന്നത്. അപ്പം അത് ആ ഫിഗറിന് അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊരു സ്മോൾ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ കൺസിഡർ ചെയ്യുക. ആ സ്മോൾ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിനെ നമ്മൾ ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് സ്മോൾ ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു. സ്മോൾ ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ദ ഡൊമൈൻ പോയിൻറ്റിങ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് ഫീൽഡ് ഗ്രോ അറ്റ് ദി എക്സ്പെൻസ് ഓഫ് ദ ഡൊമൈൻ ഹാവിങ് ഓപ്പോസിറ്റ് ഓറിയൻറ്റേഷൻ, ദസ് റിസൾട്ടിങ് ഇൻ എ സ്മോൾ മാഗ്നറ്റൈസേഷൻ. അപ്പോൾ ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഫീൽഡിൻ ഡയറക്ഷനിലുള്ള ഡൊമൈൻസ് വിൽ ഗ്രോ ചെയ്യും, അത് ഒരു സ്മോൾ മാഗ്നറ്റൈസേഷൻ ഉണ്ടാക്കും. അപ്പോൾ ദിസ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ ഫസ്റ്റ് പോർഷൻ ഓഫ് ദ ഗ്രാഫ് OA. ഇതെന്ന് പറയുന്നത് റിവേഴ്സിബിൾ ആണ്. ദിസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഡ്യൂ ടു ഡൊമൈൻ ബൗണ്ടറീസ് ആൻഡ് ഇറ്റ് വിൽ ബി റിവേഴ്സിബിൾ. അപ്പോൾ OA എന്ന് പറയുന്നത് റിവേഴ്സിബിൾ ആണ്. നെക്സ്റ്റ് നമ്മൾ വീണ്ടും ഫീൽഡ് ഇൻക്രീസ് ചെയ്യുന്നത്, അതാണ് നെക്സ്റ്റ് AB എന്നുള്ള പോർഷൻ കാണിച്ചിരിക്കുന്നത്. വീണ്ടും ഫീൽഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡൊമൈൻസ് ഓഫ് ദ നമ്പർ ഓഫ് ഡൊമൈൻസ് അൺഫേവറബിളി വിച്ച് റിസൾട്ട് ഇൻ എ ലാർജ് ഇൻക്രീസ് ഇൻ മാഗ്നറ്റൈസേഷൻ AB. അപ്പോൾ മാഗ്നറ്റൈസേഷൻ വീണ്ടും കൂടുന്നു, ഡൊമൈൻസ് വീണ്ടും ദ സെയിം ഡയറക്ഷനിൽ അലൈൻ ചെയ്യുന്നതുകൊണ്ട് മാഗ്നറ്റൈസേഷൻ വീണ്ടും കൂടുന്നു.
ഹിയർ ദ ഇവിടെ ബൗണ്ടറി ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറിവേഴ്സിബിൾ ആണ്, റിവേഴ്സിബിൾ അല്ല. ദ ഗ്രോത്ത് ഓഫ് ഡൊമൈൻ കണ്ടിന്യൂസ് അണ്ടിൽ ഫേവറബിൾ ഡൊമൈൻസ് വിൽ ഗ്രോ അപ് ടു ദി മാക്സിമം എക്സ്റ്റെൻറ്റ്. മാക്സിമം എക്സ്റ്റെൻറ്റിൽ ഈ ഫേവറബിൾ ഡൊമൈൻസ് ഗ്രോ ചെയ്യുന്നത് വരെ ഈ ഈ ഗ്രോത്ത് ഓഫ് ഡൊമൈൻസ് നടക്കും. അപ്പോൾ ഇനി നെക്സ്റ്റ് പോർഷനാണ് ബി സി എന്ന് വെച്ചാൽ സാച്ചുറേഷൻ. നമ്മൾ ഫീൽഡ് മാക്സിമം ഇൻക്രീസ് ചെയ്യുന്നത്, വീണ്ടും ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഫീൽഡ് വീണ്ടും ഇൻക്രീസ് ചെയ്യുമ്പോൾ ദ ഡൊമൈൻ റൊട്ടേറ്റ് ഫ്രം ദെയർ ഈസി ഡയറക്ഷൻ ടു ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫീൽഡ്. ഡൊമൈൻസ് ഫുൾ അപ്ലൈഡ് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്ത് ഓറിയൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ മാഗ്നറ്റൈസേഷൻ ഇൻക്രീസസ് ആൻഡ് അറ്റൈൻ സാച്ചുറേഷൻ വാല്യൂ ആണ് MS. ദെൻ ഓൾ ഡൊമൈൻസ് പോയിൻ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫീൽഡ് ആയിരിക്കും. അപ്പോൾ സാച്ചുറേഷൻ പോയിന്റിലെത്തി MS, ആ ഗ്രാഫിൽ പോയിന്റ് C എന്ന് പറഞ്ഞ പോയിന്റിലെത്തി. ഇനി നെക്സ്റ്റ് നമ്മൾ ഫീൽഡ് ഡിക്രീസ് ചെയ്യുമ്പോൾ മാഗ്നറ്റൈസേഷൻ ഇത്രയും നേരം വന്ന് അതേ ഡയറക്ഷനിലല്ല ഡിക്രീസ് ചെയ്യുക, അതായത് സെയിം CB എന്ന് പറഞ്ഞ ലൈനിലേക്കൂടെ അല്ല ഡിക്രീസ് ചെയ്യുക. This is the same path. This is because of the aligned domains do not regain their random state of orientation easily. നമ്മൾ പറഞ്ഞു റിവേഴ്സിബിൾ ആണ്. ഈ AB എന്ന് പറഞ്ഞതും BC എന്ന് പറഞ്ഞതൊക്കെ റിവേഴ്സിബിൾ ആണ്. അപ്പോൾ ഫീൽഡ് ഡിക്രീസ് ചെയ്യുമ്പം നേരെ പോയി റാൻഡം സ്റ്റേറ്റിൽ ഓറിയൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പറയുന്നത് ദർ എക്സിസ്റ്റ് സം നോൺ സീറോ മാഗ്നറ്റൈസേഷൻ കോൾഡ് റെമനൻറ്റ് മാഗ്നറ്റൈസേഷൻ ഓർ റെമനൻസ് represented by MR even after removing the field altogether. സോ ഇവിടെ നോക്കുക, നമ്മൾ ഫീൽഡ് ഫുൾ തിരിച്ച് വന്ന് 0 ആക്കിയാലും ആ D എന്ന് പറഞ്ഞ പോയിന്റിൽ കുറച്ച് മാഗ്നറ്റൈസേഷൻ ഉണ്ട്. മാഗ്നറ്റൈസേഷൻ കംപ്ലീറ്റ്ലി 0 ആവുന്നില്ല. അപ്പോൾ ആ 0 ആവുന്നില്ല, ആ മാഗ്നറ്റൈസേഷൻ OD എന്ന് പറഞ്ഞ ആ മാഗ്നറ്റൈസേഷനെ വിളിക്കുന്ന പേരാണ് റെമനൻറ്റ് മാഗ്നറ്റൈസേഷൻ ഓർ റെമനൻസ്. സോ റീറ്റൻറ്റിവിറ്റി എന്ന് പറഞ്ഞ ഒരു ടേം അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. റീറ്റൻറ്റിവിറ്റി പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മാഗ്നറ്റൈസേഷൻ റീറ്റൈൻഡ് ഇൻ ദ മെറ്റീരിയൽ ഈവൻ ആഫ്റ്റർ ദ എക്സ്റ്റേണൽ ഫീൽഡ് ഈസ് 0. H0 ആകുമ്പോഴും മാഗ്നറ്റൈസേഷൻ ഉണ്ട്. ആ മാഗ്നറ്റൈസേഷനെ വിളിക്കുന്ന പേരാണ് റീറ്റൻറ്റിവിറ്റി. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഇറിവേഴ്സിബിൾ നാച്ചർ ഓഫ് ഡൊമൈൻ വാൾസ് ഇറിവേഴ്സിബിൾ ആണ്. അതിൻ്റെ മോഷൻ വീണ്ടും തിരിച്ചത് ഈസി വേയിൽ അറേഞ്ച് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അവിടെ കുറച്ച് മാഗ്നറ്റൈസേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് ഈവൺ ആഫ്റ്റർ ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് റിമൂവ്ഡ്. ഇനി നെക്സ്റ്റ് പോർഷൻ ഓഫ് ദ ഗ്രാഫ് DE നോക്കുക. ഇതിൽ മാഗ്നറ്റൈസേഷൻ ക്യാൻ ബി റെഡ്യൂസ്ഡ് ടു 0. മാഗ്നറ്റൈസേഷൻ 0 ആയില്ല ഡിയിൽ. ദിസ് മാഗ്നറ്റൈസേഷൻ ക്യാൻ ബി റെഡ്യൂസ്ഡ് ടു 0 ബൈ അപ്ലൈയിങ് എ റിവേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് നോൺ ആസ് കൊയേസീവ് ഫീൽഡ് ഓർ കൊയേസിവിറ്റി. നമ്മൾ റിവേഴ്സ് ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യുന്നു, അതായത് റിവേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ലാസ്റ്റ് മാഗ്നറ്റൈസേഷൻ 0 ആകും. സോ അതാണ് കൊയേസിവിറ്റി എന്ന് പറയുന്നത്, അതിൻ്റെ വേണ്ട മാഗ്നറ്റിക് ഫീൽഡ്. സോ കൊയേസിവിറ്റി ഈസ് ദ reverse magnetic field minus HC represented by HC required to demagnetize the specimen. ആ സ്പെസിമെനെ ഡീമാഗ്നറ്റൈസ് ചെയ്യാൻ വേണ്ട മാഗ്നറ്റിക് ഫീൽഡ്. At this instant the domain are randomly oriented and have resultant MA 0. അപ്പോൾ ഈ മാഗ്നറ്റൈസേഷൻ 0 ആവുന്ന ടൈമിൽ ഡൊമൈൻസ് എല്ലാം റാൻഡംലി ഓറിയൻറ്റഡ് ആയിരിക്കും. തിരിച്ച് ആ ഓറിയൻറ്റേഷൻ അതിന് മാറി തിരിച്ച് ഈസി വേല ആവും. നെക്സ്റ്റ് ബാക്കിയുള്ള പോർഷൻസ് നോക്കാം. EFGKC ബാക്കിയുള്ള പോർഷൻസാണ് EFGKC. അപ്പോൾ ഇത് ആസ് എ സിമിലർ വേരിയേഷൻ ഇൻ ദ റിവേഴ്സ് മാഗ്നറ്റൈസേഷൻ ഈസ് ഒബ്സർവ്ഡ് ആസ് എ റിവേഴ്സ് ഫീൽഡ് ഈസ് ജസ്റ്റ് ഇൻക്രീസ്ഡ് ആൻഡ് ദെൻ ഡിക്രീസ്ഡ്. ഇപ്പോൾ റിവേഴ്സ് ഫീൽഡ് കുറച്ച് ഇൻക്രീസ് ചെയ്ത് ഡിക്രീസ് ചെയ്താൽ സിമിലർ വേരിയേഷൻ, നേരത്തെ പോലെ സിമിലർ വേരിയേഷൻ ഇൻ മാഗ്നറ്റൈസേഷൻ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ കർവ്, ഈ CEFKC എന്ന് പറയുന്ന കർവിനെയാണ് ഹിസ്റ്ററിസിസ് ലൂപ്പ് എന്ന് വിളിക്കുന്നത്. സോ ഇൻ ദിസ് ലൂപ്പ് M ലാഗ്സ് ബിഹൈൻഡ് H, മാഗ്നറ്റൈസേഷൻ ലാഗ്സ് ബിഹൈൻഡ് H ആണല്ലോ. സോ പിന്നെ നെക്സ്റ്റ് ആണ് ഇനി ഹിസ്റ്ററിസിസ് ലോസ്. ഹിസ്റ്ററിസിസ് ലോസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ എനർജി റിക്വയർഡ് ടു മാഗ്നറ്റൈസ് എ മെറ്റീരിയൽ ഡ്യൂറിങ് വൺ സൈക്കിൾ ഓഫ് മാഗ്നറ്റൈസേഷൻ. ഒരു സൈക്കിളിൽ മെറ്റീരിയലിനെ ഡീമാഗ്നറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡീമാഗ്നറ്റൈസ് അല്ല, ഒരു സൈക്കിളിലെ മെറ്റീരിയലിനെ മാഗ്നറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജിയാണ് ഹിസ്റ്ററിസിസ് ലോസ്. ഹിസ്റ്ററിസിസ് ലോസ് ഇസ് ദ എനർജി റിക്വയർഡ് ടു മാഗ്നറ്റൈസ് എ മെറ്റീരിയൽ ഡ്യൂറിങ് വൺ സൈക്കിൾ ഓഫ് മാഗ്നറ്റൈസേഷൻ ആൻഡ് ഇറ്റ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദി ഏരിയ ഓഫ് ദി MH കർവ്. ഇനി നമുക്ക് ഈ ഗ്രാഫ്, ഈ ഹിസ്റ്ററിസിസ് സ്ലോപ്പ് എന്ന് അതിൻ്റെ സ്ലോപ്പ് എടുത്താൽ ഇറ്റ് വിൽ ഗിവ് സസെപ്റ്റബിലിറ്റി ആൻഡ് Y ഇൻ്റർസെപ്റ്റ് എന്താ തരുന്നത്, റീറ്റൻറ്റിവിറ്റി. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ X ഇൻ്റർസെപ്റ്റ് വിൽ ഗിവ് കൊയേസിവിറ്റി.
അപ്പോൾ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ ഫെറോമാഗ്നറ്റിസം ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് ആണ് ഫെറിമാഗ്നറ്റിക് ഓർഡർ. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ ഉണ്ടല്ലോ, അതൊന്നാണ് ഫെറോമാഗ്നറ്റ്. അതിൽ ഡൈപോൾ മൊമെൻറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് ആറ്റംസ് ആർ അലൈൻഡ് ഇൻ പാരലൽ ആൻഡ് ഇൻ സെയിം ഡയറക്ഷൻ ആയിരുന്നു. എന്നാൽ ഫെറിമാഗ്നറ്റിൻ്റെ കേസിൽ അങ്ങനെയല്ല. ഫെറിമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആർ ദോസ് വിച്ച് ഹാവ് അൺഈക്വൽ സ്പിൻസ് അലൈൻഡ് ഇൻ ആൻറ്റി പാരലൽ ആൻഡ് ഹെൻസ് മെറ്റീരിയൽ പൊസസ് എ നോൺ സീറോ മാഗ്നറ്റൈസേഷൻ M. ഈ ഫെറിമാഗ്നറ്റിക് മെറ്റീരിയൽസിൽ ഡൈപോൾ മൊമെൻറ്റ് ആൻറ്റി പാരലൽ ഡയറക്ഷനിലാണ്. അതാണെങ്കിൽ ഈക്വൽ അല്ല, അൺഈക്വൽ മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്. അപ്പോൾ അൺഈക്വൽ ആയതുകൊണ്ട് തന്നെ ദർ വിൽ ബി എ നെറ്റ് മാഗ്നറ്റൈസേഷൻ. അതാണ് ക്യാപിറ്റൽ M. അതിൻ്റെ ഓർഡറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ ഓർഡറിങ്. ഈ ഫെറിമാഗ്നറ്റിക് മെറ്റീരിയൽ ഈസ് ആൻറ്റി ഫെറോമാഗ്നറ്റിസമായിട്ട് ഐഡൻറ്റിക്കൽ ബിഹേവിയർ കാണിക്കുന്നുണ്ട്. ആൻറ്റി ഫെറോമാഗ്നറ്റിസം എടുത്തില്ല, അത് അഫി എടുക്കും. അപ്പോൾ ഇറ്റ് ഈസ് ഐഡൻറ്റിക്കൽ ടു ആൻറ്റി ഫെറോമാഗ്നറ്റിസം എക്സെപ്റ്റ് ദാറ്റ് ദ മാഗ്നറ്റൈസേഷൻ ഓഫ് ദ ടു സബ്ലാറ്റിസസ് ഹാവ് ഡിഫറെൻറ്റ് മാഗ്നിറ്റ്യൂഡ് വിച്ച് റിസൾട്ട് ഇൻ നോൺ സീറോ വാല്യൂ ഓഫ് നെറ്റ് മാഗ്നറ്റൈസേഷൻ. ഈ ആൻറ്റി ഫെറോമാഗ്നറ്റിസത്തിൻ്റെ കേസിൽ രണ്ട് സബ്ലാറ്റിസത്തിനും ഈക്വൽ മാഗ്നിറ്റ്യൂഡായിരുന്നു ഫോർ മാഗ്നറ്റൈസേഷൻ. പക്ഷേ ഇവിടെ അൺഈക്വൽ മാഗ്നിറ്റ്യൂഡാണ്, അതുകൊണ്ട് തന്നെ ഒരു നെറ്റ് നോൺ സീറോ വാല്യൂ ഓഫ് മാഗ്നറ്റൈസേഷൻ ഉണ്ടാകും. ഇനി ഈ ഫെറോമാഗ്നറ്റിക് സോളിഡ് ആൻറ്റി ഫെറോ ആയിട്ട് മാത്രമല്ല, ഫെറിമാഗ്നറ്റിക് സോളിഡ് ആൻറ്റി ഫെറോ ആയിട്ട് മാത്രമല്ല ഫെറോമാഗ്നറ്റുമായിട്ടും റിസംബിൾ ചെയ്യുന്നുണ്ട്. സോ ഈ ഫെറോമാഗ്നറ്റിക് സോളിഡ് ഓൾസോ റിസംബ്ലൻസ് വിത്ത് ഫെറിമാഗ്നറ്റിക് സോളിഡ് ഇൻ ദ സെൻസ് ദാറ്റ് ബോത്ത് പോസസ് സ്പോണ്ടേനിയസ് മാഗ്നറ്റൈസേഷൻ. രണ്ടിനും സ്പോണ്ടേനിയസ് മാഗ്നറ്റൈസേഷൻ ഉണ്ട്. അതിന് രണ്ടും ഹിസ്റ്ററിസിസ് കർവ് എക്സിബിറ്റ് ചെയ്യുന്നു. അതിൻ്റെ രണ്ടിനും ഓൾമോസ്റ്റ് സിമിലർ ഓർ ഐഡൻറ്റിക്കൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസാണ്. നമ്മൾ ഫെറോമാഗ്നറ്റിൻ്റെ കേസിൽ ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ TCൻ്റെ താഴെയായിരുന്നു സ്പോണ്ടേനിയസ് മാഗ്നറ്റൈസേഷൻ ഉണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ ഫെറിമാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ കേസിൽ ടെമ്പറേച്ചർ കോൾഡ് നീൽ ടെമ്പറേച്ചറിൻ്റെ താഴെയാണ് സ്പോണ്ടേനിയസ് മാഗ്നറ്റൈസേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത്. അതാണ് TFN റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ദ മെറ്റീരിയൽ എക്സിബിറ്റ് ഫെറിമാഗ്നറ്റിസം ഈസ് കോൾഡ് ഫെറൈറ്റ്സ്. So these ferrites are basically oxides of various metal elements. The natural ferrite എന്ന് പറയുന്നത് അയൺ ഓറായ മാഗ്നറ്റൈറ്റ് Fe3O4 ആണ്, whose chemical formula is Fe2+Fe3+O4. And the corresponding general formula is written as Me2+Fe3+O4. Me എന്ന് പറയുന്നത് ഒരു ഡൈവാലന്റ് മെറ്റലാണ് ലൈക്ക് MnCO, നിക്കൽ Cu, Mg, Zn or Cd. So the structure of ferrite are based on the structure of naturally occurring spinel MgO Al2O3. Okay, the ferrite structure is based on the naturally occurring spinel AgO Al2O3. So spinels occurs two forms, normal and inverse. Simple ferrite occurs in both forms. However, majority of ferrites occurs in inverse spinal form. Spinal എന്ന് വെച്ചാൽ ഒരു സ്ട്രക്ചറാണ്, അപ്പോൾ അത് ആ ഫോമിലാണ് മെജോറിറ്റി ഫെറൈറ്റും ഒക്കർ ചെയ്യുന്നത്. അപ്പം ഇത്രയാണ് ഫെറിമാഗ്നറ്റിക് സെറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് ആൻറ്റി ഫെറോമാഗ്നറ്റിക്സ് ആണ്, അത് നെക്സ്റ്റ് ആഫി എടുക്കും. ഓക്കെ, താങ്ക് യു.